മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, നിന്റെ അമലാണ് നീ ലോകത്ത് വച്ച് ചെയ്തു വച്ച നിന്റെ നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഹജ്ജുകളും നിന്റെ സ്വതക്കയും നിന്റെ ദിക്റുകള് ദുആകള് നീ ചെയ്ത നന്മകള് നീ ചെയ്ത ഗുണങ്ങൾ മുഴുവനും അല്ലാഹു ഒരു സ്നേഹിതന്റെ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടതാ വന്നുകൊണ്ട് നിനക്ക് ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തിലും സുഖത്തിലുമാക്കി നിന്നെ അല്ലാഹു സുഖിപ്പിക്കുമെന്ന് അസ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ഇനി ആ കിടക്കുന്ന മനുഷ്യൻ ധിക്കാരിയും തെമ്മാടിയും അല്ലാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാത്ത മനുഷ്യനുമാണെങ്കിൽ അവൻ മറുപടി പറയുന്നു, ആഹുലാദിരി, എനിക്കൊന്നും പറഞ്ഞുകൂടാ, നിങ്ങൾ ചോദിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാ മനുഷ്യൻ മറുപടി പറയുമ്പോൾ, എടോ നിനക്കിതറിയില്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം, നീ ഇതിനൊന്നും മറുപടി പറയാൻ പ്രാപ്തനല്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആ മലക്കുകളുടെ കയ്യിലുള്ളതായിരിക്കുന്ന അതിശക്തമായ ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ട് ഇരുമ്പിന്റെ വല്ല ഗതകൾ കൊണ്ടവനെ അടിച്ചവന്റെ ശിരസ് പൊളിക്കുമെന്നും ആ മനുഷ്യൻ കളവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് കൊണ്ടുവന്ന് ആ ധിക്കാരിയും ദുഷ്ടരുമായ മനുഷ്യനെ വിരിപ്പിച്ചു കൊടുക്കുക. അവന്റെ ഖബറിലേക്ക് നരകത്തിൽ നിന്നുള്ള ഒരു കവാടമങ്ങ് തുറന്നു കൊടുക്കുക. മലക്കുകൾ ആ മനുഷ്യനോട് മലക്കുകൾ നിർദ്ദേശിച്ചുകൊണ്ട് ആ ഖബറ ഇടുങ്ങിപ്പോകുമ്പോൾ, സഹോദരന്മാരെ, അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഖബർ ജീവിതത്തിന്റെ അഹ്വാലുകൾ ഇനി നാം ഓരോന്നോരോന്നായി വ്യക്തമായി ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഖബർ ജീവിതത്തിന്റെ ഭയാനകതയും അതിന്റെ ഭീകരതയും എത്രമാത്രം വലുതാണ്. എത്രയോ മഹാന്മാരായ ആളുകൾ ആ രംഗമോർത്തുകൊണ്ട് നിലവിളിച്ചു പോയതും കരഞ്ഞുപോയതും നമുക്കറിയാം. സഹോദരന്മാരെ, ആ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആ ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി നാം പരിശ്രമിക്കുക. നമ്മുടെ അവസ്ഥ ഇത് എന്ന് നമുക്കറിയുമോ? ആ ഖബറിടത്തിൽ കിടക്കാൻ പോകുന്ന നമ്മുടെ രൂപങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ശരീരത്തിന്റെ രൂപമെന്തോ എന്ന് നിങ്ങൾക്ക് കേൾക്കാം. ആ മനുഷ്യന്റെ മുഖവും അവന്റെ തടിച്ചു കൊടുത്ത ശരീരമൊക്കെ എന്തായി പോകുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്തെന്ന് ഞാനൊന്നും ചിന്തിക്കാറില്ല. സുന്ദരന്മാരും സ്ത്രീകളും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പുതിയ പുതിയ ഫാഷൻസുകൾ അന്വേഷിച്ചു പോകുന്ന ആ മനുഷ്യന്മാർ ആലോചിക്കുക. മുഖത്ത് അല്ലാഹു നൽകിയ സൗന്ദര്യം ധാരാളമുള്ളതിന് പുറമെ ക്ലീൻ ഷേവ് ചെയ്ത് അതിൽ ആധുനിക സൗകര്യങ്ങൾ, ആധുനിക ഫാഷൻസിലുള്ള ഓരോരോ ക്രീമുകൾ പുരട്ടി, ചുണ്ടിൽ പ്രത്യേകമായ ലിപ്സ്റ്റിക്കുകളൊക്കെ പുരട്ടിക്കൊണ്ട് ഈ ലോകത്ത് പടച്ച തമ്പുരാന്റെ മുന്നിൽ പോയി കിടക്കേണ്ട വിഷയം വിസ്മരിച്ചുപോയ ഓരോ മനുഷ്യനും അവിടെ കൊണ്ടുപോയി വച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഖബറൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ സുന്ദരി ലോകസുന്ദരിയായി അറിയപ്പെട്ടിരുന്ന, ലോകസുന്ദരനായി അറിയപ്പെട്ടിരുന്ന, സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്ന, പുതിയ പുതിയ ഫാൻസികൾ ഉപയോഗിച്ച് മൂടി പിടിപ്പിച്ച ശരീരത്തിന്റെ കണ്ണുകളുണ്ടല്ലോ, കണ്ണുകൾ, ആ കണ്ണുകളെല്ലാം ദ്രവിച്ച് ചീഞ്ഞ് നശിച്ചു പോയിട്ട് 2 വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുമ്പോൾ 6 ദിവസം കഴിയുമ്പോൾ അവന്റെ ഉദരം അതാ പൊട്ടി വീർക്കുന്നു. ആ ഖബറ് വയറ് പൊട്ടിയിട്ടതാ നിറഞ്ഞു പോകുന്നു. അവന്റെ ശരീരത്തിൽ പുഴുകൾ കയറിയരിക്കുന്നു, വൻചിതലുകൾ കയറിക്കടിക്കുന്നു. അവന്റെ വിറ്റാമിൻസുകൾ തിന്ന് തടിച്ചു കൊഴുത്ത ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നും കടിച്ചു മുറിച്ചു മാറ്റിക്കളയുമ്പോൾ, ആ കടിച്ചു മുറിച്ചു മാറ്റി തിന്നുപോയ പുഴുക്കൾ നമ്മുടെ ശരീരത്തെ പിടിച്ചു മുറിക്കുമ്പോൾ, സഹോദരന്മാരെ,
ആ രംഗത്ത് രക്ഷപ്പെടാനുള്ള ഉപാധികൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അവിടെ വച്ച് മനുഷ്യന്റെ ശരീരം അതാ ജീർണിച്ച് നശിച്ച് കടിച്ചു മുറിച്ച് നശിപ്പിച്ചു കളയുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ പിടികൂടാൻ പറ്റില്ല. ചില പ്രത്യേകമായ VIP-കൾക്ക് രക്ഷയുണ്ട്, VVIP-കൾക്ക് രക്ഷയുണ്ട്. ഈ ഭൗതിക ലോകത്ത് നാം VIP-കളായി കണ്ട പലരുടെയും ശരീരം, ഈ ഭൗതിക ലോകത്ത് വില്ലന്മാരായി കണ്ട പലരുടെയും ശരീരം, ഈ ഭൗതിക ലോകത്ത് മുടിചൂടാ മന്നന്മാരായി കണ്ട പലരുടെയും ശരീരം കടിച്ചു മുറിച്ചു നശിപ്പിച്ചു കളയുമ്പോൾ ഈ ഭൗതിക ലോകത്ത് നാം നിസ്സാരമാക്കി കളഞ്ഞ കുറച്ചാൾക്കാരുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾ അവരാഖിറത്തിലേക്കുള്ള യാത്ര മറന്നുപോയവരല്ല, അവരാഖിറത്തിലേക്കുള്ള യാത്ര വിസ്മരിച്ചവരല്ല, ഖബർ ജീവിതം മറന്നുപോയവരല്ല. നമ്മിൽ പലരും അത് മറന്നുകൊണ്ട് VIP-ആകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അവന്റെ ഔലിയാക്കൾ, അവന്റെ ശുഹദാ, അവന്റെ സുദ്ദീഖീങ്ങൾ, അവന്റെ സ്വാലിഹീങ്ങളെ പിടിച്ച് കടിച്ചു മുറിച്ചു തിന്നാൻ ഇവിടെയുള്ള പുഴുക്കൾക്ക് സാധ്യമല്ല, ആ കീടങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ അവരെല്ലാം സുരക്ഷിതരായി അവരുടെ ഖബറുകളിൽ ജീവിക്കുമ്പോൾ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടുപോയ ആളുകളെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു പ്രത്യേകമായ പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. 7 മാസം കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുണ്യമായ ശരീരത്തിന്റെ കാൽഭാഗം പുറത്തു കണ്ടപ്പോൾ ഒരു രോമത്തിന് പോലും കേടു സംഭവിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുപോയ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ ഖബർ തുറന്ന് പലരും മറവ് ചെയ്ത ഖബറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മറവ് ചെയ്തിട്ട ഖബർ ബന്ധിച്ചു നോക്കിയപ്പോൾ ഒരു രോമത്തിന് പോലും കേടുപറ്റാതെ അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം ആ ഖബറിൽ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, VIP-കളെ പിടിക്കാൻ ചിതലുകൾക്ക് സാധ്യമല്ല, VVIP-കളെ പിടിക്കാൻ പുഴുക്കൾക്ക് സാധ്യമല്ലെങ്കിൽ വെറും ധിക്കാരിയായി ഭൗതിക ലോകത്തിന്റെ മാത്രം VIP-ആയ മനുഷ്യന്മാരെ ഖബറദാ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾ സുഖനിദ്രയിലാണെങ്കിൽ സഹോദരന്മാരെ ആ നിമിഷത്തെക്കുറിച്ച് നാം ആലോചിച്ചു നോക്കാറുണ്ടോ? നാം ചിന്തിച്ചു നോക്കാറുണ്ടോ? അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയാകുമായിരുന്നില്ല. അവർ പ്രയത്നിക്കുമായിരുന്നു, ആ ദിവസത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. ആ ദിവസത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള വിഭവം എന്താ? പടച്ച തമ്പുരാൻ പറയാണ് തഖ്വ. തഖ്വയാകുന്ന വിഭവം വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദ്, നിങ്ങൾ ഏറ്റവും സമ്പൂർണമായ ഏറ്റവും സമ്പുഷ്ടമായ വിഭവങ്ങൾ നിങ്ങൾ ശേഖരിക്കുക. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏതാണ് ആ വിഭവം? തഖ്വയുടെ വിഭവമാണ്. തസവ്വദ് മിൻ മആശിക ലിൽ മആദി വഖും ലില്ലാഹി വഅമൽ ഖൈറ സാദി ولا تجمع من الدنيا كثيرا فإن المال يجمع للنفاد. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എടോ മനുഷ്യന്മാരെ, തസവ്വദ്, നീ ശേഖരിക്കുക. മിമ്മആശികലിൽ മആദി, നിന്റെ മടക്ക ജീവിതത്തിന് വേണ്ടി, നിന്റെ പരലോക ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി നീ തേടുക, നീ അതിനു വേണ്ടി പരിശ്രമിച്ച് പാടുപെടുക. വഖും ലില്ലാഹി വഅമൽ ഖൈറ സാദി, നീ നിന്റെ സമയങ്ങൾ, പാതിരാ സമയങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി നീ നിൽക്കുക. എന്നിട്ട് നീ തേടുക, ഖൈറസാദിന് വേണ്ടി, ഏറ്റവും നല്ല വിഭവങ്ങൾക്ക് വേണ്ടി നീ പരിശ്രമിക്കുക. വലാ തജ്മഉ മിനദ് ദുനിയാ കസീറാ ഫഇൻ